പ്രൈസ് ലോർഡ്. ബൈബിൾ വാക്യങ്ങളിലൂടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിലെ 1-ാം വചനം, ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുകയും. ഇതാണ് യഥാർത്ഥ ആരാധന. യഥാർത്ഥ ആരാധനയെ കാണിച്ചു തരികയാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടുകൂടി ആയിരിക്കാനായിട്ട് കാണിച്ചു തരികയാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യുവത്വം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകുന്നതിന് മുമ്പേ കൗമാരത്തിൽ തന്നെ നമ്മൾ പ്രേമം അഴിച്ചുവിടും. അതിന് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കണം. പക്ഷേ അതിൻ്റെ പാരമ്പര്യയിൽ എത്താൻ പാടില്ല. വീട്ടുകാരറിയാതെ വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിച്ച് പ്രേമിച്ച് വിവാഹം കഴിക്കുക. അതിനുശേഷം സ്നേഹത്തിൻ്റെ പാരമ്പര്യത്തിലെത്തുക. അതല്ല എങ്കിൽ ഇന്ന് പിള്ളേർ തെറ്റിലേക്ക് പോകുന്നുണ്ട്. കോളേജ് തലത്തിലൊക്കെ പഠിക്കുമ്പോൾ, സ്കൂൾ തലത്തിലൊക്കെ പഠിക്കുമ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കേണ്ടി വരും. ചിലപ്പോൾ കൊച്ചും പിള്ളേർ ഒരുമിച്ചൊക്കെ താമസിക്കേണ്ടി വരും. അപ്പോൾ അതിന് പെണ്ണും അല്ലെങ്കിൽ ആണുങ്ങളുടെ ഹോസ്റ്റലിൽ അങ്ങനെ ജീവിക്കാം, കുഴപ്പമൊന്നുമില്ല. ജോലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ജീവിക്കാം, ഹോസ്റ്റലുകളിലൊക്കെ നിൽക്കാം. പക്ഷേ ചില ആളുകൾ പെണ്ണും കൂടി ജീവിതാവസാനം വരെ ജീവിക്കാമെന്നുള്ള ഒരു ശബ്ദത്താൽ ജീവിച്ചു പോകുന്നുണ്ട്. അതേപോലെ ആണും കൂടി, അത് തെറ്റായ ജീവിത രീതിയാണ്. അതിനൊരിക്കലും സമ്മതിച്ചുകൂടാ. ആണും കൂടി ജീവിതാവസാനം വരെ ഒരുമിച്ച് ജീവിക്കാമെന്നുള്ളൊരു രീതി വന്നിട്ടുണ്ട്. എന്നതുപോലെ തന്നെ പെണ്ണുങ്ങളും ചില ആളുകൾ അങ്ങനെ പോകുന്നുണ്ട് തെറ്റായ രീതിയിൽ. പക്ഷേ അതിനാരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. സപ്പോർട്ട് ചെയ്യുന്നവരുടെ തലയിൽ തീക്കനലുകൾ കൂനുകൂട്ടുകയാണ്. അത് നിയമവിരുദ്ധമാണ്, പ്രകൃതി വിരുദ്ധമാണ്, ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ്. ദൈവം ആദത്തിന് ഇണയെ കൊടുത്തത് ഹവ്വായ, സ്ത്രീ ഓപ്പോസിറ്റ് സെക്സിനെയാണ്. സ്ത്രീക്ക് പുരുഷനും, അല്ലാതെ സ്ത്രീക്ക് സ്ത്രീയും ആണിന് ആണെന്നുള്ള രീതിയിലല്ല. അങ്ങനെ ചെയ്യുന്ന ഈ സമൂഹത്തിൽ പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണ്. പലരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അത് തെറ്റാണ്. ആ സപ്പോർട്ട് ചെയ്യുന്നവൻ്റെ തലയിൽ തീക്കനലുകൾ കൂട്ടുകയാണ്. അതവനറിയുന്നില്ല. അവന് ശിക്ഷ ഉറപ്പാണ്. പ്രിയ സഹോദരങ്ങളെ, ആദത്തിന് ഇണയെ കൊടുത്ത പോലെ, ഹവ്വായെ കൊടുത്ത പോലെ നമുക്ക് ഓരോരുത്തർക്ക് ഇണയുണ്ട്. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല എന്ന് ദൈവം എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ഇണയെ നമ്മൾ കണ്ടെത്തുക, സ്നേഹിച്ച് ജീവിക്കുക, അതിന് അവസരം കൊടുക്കുക. മാതാപിതാക്കൾ ഒരിക്കലും ഒരാണും ഒരു പെൺകൊച്ചും കൂടി സംസാരിച്ച് ചോദിക്കുന്നത് തെറ്റായിട്ട് കാണുന്നുണ്ട്. അത് തെറ്റൊന്നുമല്ല. അവരായിട്ട് സംസാരിക്കട്ടെ, അതിനെന്താ കുഴപ്പം? അവർ സംസാരിക്കട്ടെ, അവർ പ്രേമിക്കട്ടെ, എന്താ കുഴപ്പം? അങ്ങനെ അവർ പാരമ്പര്യത്തിലെത്തണമെങ്കിൽ വീട്ടുകാരുടെ സമ്മതത്തോടെ വേണം വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ. മനസ്സിലാണ്ട? ഇപ്പോൾ ഹോസ്റ്റലുകളിൽ ജീവിതം അവസാനം വരെ ജീവിക്കാൻ കൊണ്ട് പല പുരുഷന്മാരും പല സ്ത്രീകളും ഹോസ്റ്റലുകളിലും റൂമുകളൊക്കെ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വർഗം, അത് ദൈവത്തിൻ്റെ എതിരാണത്. സാത്താനിയാണ്. സാത്താനാണ് അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. അതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയെ സമർപ്പിക്കാൻ പറയുന്നത്. ചില ആളുകൾ അതുകൂടാതെ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അതും തെറ്റ് തന്നെ, പ്രകൃതി വിരുദ്ധമാണത്. അനിമൽസിനെയൊക്കെ ഉപയോഗിക്കും. പട്ടി, ആട്, പശു, കുതിര, ഒട്ടകം, ഇതിനെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ യൂട്യൂബിലെ കാണാറില്ലേ? ഘോരമായ തെറ്റാണ് ഇതൊക്കെ സാത്താൻ്റെ പ്രവർത്തനമാണത്. അത് മനസ്സിലാക്കുക. അതാണ് പറയുന്നത്, നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സജീവ ബലിയായിട്ട് സമർപ്പിക്കുമെന്ന് പറയുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കില്ല. ഈ ഭൂമിയിൽ ആരും നല്ലവരായിട്ടില്ല. ഈ ഭൂമിയിൽ യേശുവല്ലാതെ, ദൈവമല്ലാതെ ആരും നല്ലവരായിട്ടില്ല. യേശുവിൻ്റെ പാത പിന്തുടർന്നവരാണ് സെയിൻറ്റുമാർ, പുണ്യവതികൾ, പുണ്യവാളന്മാരും. അവരൊക്കെ ഈ പറഞ്ഞവരെ യഥാർത്ഥ ഭക്തിയിലും യഥാർത്ഥ ആരാധനയിലും യഥാർത്ഥ വിശുദ്ധിയിലും യഥാർത്ഥ നീതിയിലൊക്കെ നിലകൊണ്ടവരാണ്. അവരൊക്കെ ഇന്ന് രൂപക്കൂട്ടിലുണ്ട്. നമ്മൾ അവരെയൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മളൊക്കെ ആരാധിക്കാൻ പാടില്ല, അവർ ബഹുമാനിക്കാനേ പറയുള്ളൂ. നമ്മൾ ആരാധിക്കേണ്ടത് ദൈവത്തെയാണ്. വിശുദ്ധന്മാരെ ബഹുമാനിക്കണം, അവരുടെ ആവശ്യങ്ങൾ സഹായിക്കണം. ആ വിശുദ്ധി അവന്മാർ വിശുദ്ധന്മാർ വിശുദ്ധിയുടെ ഗണത്തിലെത്തിയമാരെ നമ്മൾ ഇഷ്ടപ്പെടണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നമ്മൾ പ്രവേശിക്കില്ല. പ്രിയ സഹോദരങ്ങളെ, ശരീരത്തെ വിശുദ്ധിയിൽ കാക്കാൻ ശ്രമിക്കുക. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.